തിങ്കൾ തൊട്ട് ശനി വരെ നമ്മളപ്പാക്ക് ഓഫീസുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെന്നും രാവിലെ യൂണിഫോമാണ് കറി ഉണ്ടാവുക. യൂണിഫോം മീൻസ് എന്നും ഒരേപോലത്തെ കറികളാണ് ഉണ്ടാവുക. ഞായറാഴ്ചയാണ് നമുക്ക് സ്പെഷ്യലായിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ രാവിലെ ടൈം ഉണ്ടാവില്ല. അതുതന്നെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇമ്മാക്ക് ചായക്കടി ഉണ്ടാക്കാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഉച്ചക്കത്തെ ചോറിന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ ഇച്ചുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ചില ദിവസം ഓരോരോ മൂഡുകളാണ്. ചില ദിവസം നല്ല മൂഡായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും, എല്ലാത്തിനും നമുക്ക് നല്ല സപ്പോർട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ചില ദിവസം ഉണ്ടല്ലോ ഭയങ്കര കരച്ചിലാവും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ കുട്ടീനെ നോക്കണം, വേറെ ആരെടുത്തേക്കും പോവില്ല. അപ്പം ഉമ്മാക്ക് കടി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇമ്മ കടി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും എല്ലാം കൂടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഉമ്മ ഭയങ്കര ടയർഡാവും. അതുകൊണ്ട് സ്പെഷ്യലായിട്ടും വെറൈറ്റി ആയിട്ടും ഒന്നും ഉണ്ടാക്കലില്ല. അപ്പം അങ്ങനെ ഒരു ഒഴിവില്ലാത്ത ദിവസമാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. നമ്മളെ കുമ്പളങ്ങ കറിയും പയറുപ്പേരും എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുന്നോ അത്രത്തോളം സിമ്പിളാക്കി പെട്ടെന്ന് വേണം ഉമ്മാക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നെങ്കിൽ 8:30 ആകുമ്പോഴത്തേനും ഉമ്മാക്ക് ഉപ്പാനെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെപ്പോഴും ഉമ്മാനോട് പറയട്ടെ, ഉമ്മാക്ക് ഞങ്ങളല്ല കുട്ടികൾ, ഇപ്പോഴാണ് കുട്ടികൾ പറയും, കുട്ടീന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പാക്കാണ് എല്ലാതും ഒരുക്കി കൊടുത്ത് പറഞ്ഞേക്കേണ്ടത്. വെള്ളക്കുപ്പിയിൽ വെള്ളം അടക്കമാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമ്മൾ ഇച്ചുട്ടിയും പണിക്ക് ഇറങ്ങും, ഉമ്മാൻ്റെ ഒപ്പം പണിക്കിറങ്ങും. എന്തെടുത്താലും അതിൻ്റെ ഒപ്പം ഓനും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ അരിയുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കത്തി വാങ്ങലും കത്തി എടുത്തേക്കലും. അപ്പം ഞാൻ കുറേ എടുത്ത് കണ്ട് മാറ്റി വെക്കും. എന്നാണ്ടോ ഉമ്മാക്ക് ഉമ്മാൻ്റെ പണീൻ്റെ ഇടയിൽ കൂടെ ഇതൊന്നും നോക്കാൻ ടൈം തന്നെ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഓനെ നോക്കലും എല്ലാം കൂടെ ആയിരിക്കും എൻ്റെ പണി ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പണി നടക്കില്ല, ഈ ഒരു വീഡിയോ എടുക്കൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഓൻ്റെ സപ്പോർട്ട് നല്ലോണം വേണമെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എപ്പോഴും ഓനെങ്ങനെ നമ്മളിങ്ങനെ നോക്കിയോണ്ട് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓനെ എന്തെടുത്താലും വായിലിടുക, അതേമാതിരി എന്തെടുത്തും വായിലിടുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ പണിക്ക് സഹായത്തിനായിട്ട് വരും ചെയ്യും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹായം ആവശ്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഓൻ്റെത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും എങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മ രാവിലെ 8:30 ആകുമ്പോഴത്തേനും ഉപ്പാനെ പറഞ്ഞേക്കും. ഉമ്മക്ക് ഇങ്ങനെ കൈകടപ്പം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ ചേലായതുകൊണ്ട് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അതിനുള്ള ഓരോരോ സൂത്രവിദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യല്, പയറുപ്പേരിയൊക്കെ വേവിച്ചതിന് ശേഷമാണ് തൂമിക്കലൊക്കെ. പക്ഷേ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഉമ്മ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം തന്നെ ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞാണ്ട് പിന്നെയാണ് പയറുപ്പേരി പയർ അതിലേക്ക് അരിഞ്ഞാണ്ട് ഇടല്. എന്നാൽ പിന്നെ ഒറ്റ പാത്രത്തിൽ തന്നെ എല്ലാ പരിപാടിയും തീരും ചെയ്യും. പിന്നെ അതല്ല സമയവും ലാഭിക്കുക. അതുകൊണ്ട് തന്നെ ഇമ്മാൻ്റെ പണികൾക്കൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്നാണ് ഉമ്മ എല്ലാ പണിയും ചെയ്യലേ. രണ്ടാമതൊരു പണിക്കുള്ള ഒരു ഇടമ്മ വരുത്തലില്ല. എല്ലാം പെട്ടെന്ന് എനിക്ക് ഉമ്മാൻ്റെത് കണ്ട് ഏകദേശം ഇപ്പോൾ എനിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പ്രാക്ടിക്കൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇവിടെ വീട്ടിൽ നന്നായിട്ട് പനിയും പിന്നെ അതേപോലെ തന്നെ ജലദോഷം എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ അമ്മ അവിടെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് ഊച്ചിയിടുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പല പരിപാടികളാവും. രാവിലെ ഒരു അടുപ്പൊന്നും കത്തിച്ചാൽ പോരെ, ശരിക്ക് പറഞ്ഞാൽ പല അടുപ്പുകളും കത്തിക്കേണ്ടി വരും. മിനിമം 4 അടുപ്പെങ്കിലും കത്തിക്കേണ്ടി വരുന്നെങ്കിൽ മാത്രമേ ഇവിടെ പണി അങ്ങോട്ട് കഴിയുള്ളൂ. ഇവിടെ വീട്ടിൽ ബയോഗ്യാസും ഉണ്ട്, അതേപോലെ തന്നെ 2 ഗ്യാസ് സ്റ്റൗവും ഉണ്ട്, പിന്നെ നമ്മുടെ അടുപ്പും ഉണ്ട്. ഈ 4ഉം ഒരേപോലെ കത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉൽപ്പന്നം രാവിലെ നേരത്തെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. ബയോഗ്യാസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾക്ക് മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണേനു. അതുകൊണ്ട് എന്താ വെച്ചാൽ രാവിലെ ഉമ്മ നേരത്തെ മീനൊക്കെ മുറിച്ച് വെച്ച് തന്നെ ഉണ്ടാവലുണ്ട് സാധാരണ. അങ്ങനത്തെ മീനുണ്ടാകുമ്പോൾ ഉമ്മ നേരെ രാവിലെ തന്നെ വന്നുകാണ്ട് മീൻ അതിലിങ്ങോട്ട് ചട്ടിയിലിട്ട് കാണ്ട് അവിടെ വെക്കലാണ്. നല്ല സോഫ്റ്റ് ആയിക്കാണ്ട് കിട്ടും ചെയ്യും. പിന്നെ അടുപ്പത്ത് ഒരു ഭാഗത്ത് ചോറും ഉണ്ടാവും, മറ്റേ ഭാഗത്ത് കറിക്കുള്ള എന്തെങ്കിലും ഉണ്ടാവും. ഉപ്പേരി അധികവും
ഉപ്പേരിയും അതുപോലെ തന്നെ രാവിലത്തെ ചായക്കടിയൊക്കെ അധികം നമ്മൾ ഗ്യാസ് സ്റ്റൗമ്മ തന്നെയാണ് വെക്കലുള്ളത്. നല്ലൊരു വിലയാണില്ലേ ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിനൊക്കെ, അല്ല ഗ്യാസിനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അടുപ്പും അതേപോലെ തന്നെ ബയോഗ്യാസും വെച്ച് കണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യലുണ്ട് സാധാരണ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഉണ്ടാവല്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ രാവിലെ 10 കൈയായിരിക്കും ഞങ്ങൾ തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ ചായക്കടി ഒരു ഭാഗത്ത്, ചായൻ്റെ കറി ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ കറി, രാവിലെ ഉച്ചക്കത്തെ ഉപ്പേരി, മീൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയെല്ലാം കൂടി വെക്കാറ്. ഇന്നിപ്പോൾ ഇച്ചുട്ടി ഇങ്ങനെ വിലങ്ങനെ ആയതുകൊണ്ട് രാവിലത്തെ കടി ഉണ്ടാക്കാൻ ഞാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് മീൻ പൊരിക്കാനൊന്നും ഉമ്മ നിന്നിട്ടില്ല. എന്നിട്ട് പിന്നെ ഉമ്മ ഈ ഒരു ഉപ്പേരിയും അതുപോലെ തന്നെ കുമ്പളങ്ങ കറിയും വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പന പറഞ്ഞേച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തത് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പോയി. ഇനി നാളത്തെ അവസ്ഥ ഇനി എന്താവും എന്ന് അള്ളാഹ്ക്കറിയാം. ഇച്ചുട്ടി ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ ഇപ്പാക്ക് നല്ല ഉച്ചക്ക് നല്ല ടേസ്റ്റിൽ തിന്നാനും പറ്റും. എന്തായാലും നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ ഇന്ന് ഇപ്പാക്ക് ഉച്ചക്കുള്ളത് കുമ്പളങ്ങാക്കറിയും പയറുപ്പേരിയാണ് കേട്ടോ. പിന്നെ സൈഡായിട്ട് നമ്മൾ ചെറിയൊരു ചമ്മന്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഒറ്റയ്ക്ക് എന്തായാലും കൂട്ടി കഴിക്കാൻ കഴിയില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടെ കടിക്കാനും അല്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോനോട് ഒരു ഇസുറും പുളിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചമ്മന്തിൻ്റെ ഉണ്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉപ്പാക്ക് ഉച്ചക്കുള്ളത് കേട്ടോ. നാളെ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് നല്ല കോലത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചായക്കടി ഉണ്ടാക്കിക്കാണ്ട് ബാക്കിയുള്ള പണിക്ക് ഉമ്മാക്ക് നിൽക്കുക. അപ്പോൾ സുഖമായിട്ട് ഇതാക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.